കെഎസ്ആർടിസി പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ ആലപ്പുഴ ജില്ലാ സമ്മേളനം കായംകുളത്ത് നടത്തി. സംസ്ഥാന പ്രസിഡന്റ് പി മുരളീധരൻ പിള്ള ഉദ്ഘാടനം ചെയ്തു. കെഎസ്ആർടിസി പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ 12ാമത് ആലപ്പുഴ ജില്ലാ സമ്മേളനമാണ് കായംകുളത്ത് നടത്തിയത്. സംസ്ഥാന പ്രസിഡന്റ് പി മുരളീധരൻ പിള്ള സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നമ്മൾ തുടങ്ങി വെച്ച സമരം താൽക്കാലികമായി പര്യവസാനിച്ചു എങ്കിൽ പോലും നമ്മൾ ഉന്നയിച്ച ഡിമാൻഡുകളെല്ലാം ഒന്നൊന്നായി യാതൊരു കാരണവശാലും ഉടൻ സാമ്പത്തിക ബാധ്യത ഏറ്റെടുക്കാൻ കെഎസ്ആർടിസിക്ക് കഴിയില്ല എന്ന് പ്രഖ്യാപിച്ച കെഎസ്ആർടിസിയുടെ അതായത് ട്രാൻസ്പോർട്ട് മന്ത്രി നമ്മളോട് പറഞ്ഞുവെങ്കിൽ തൊട്ടടുത്ത 3-ാം ദിവസം നമ്മളെ കെഎസ്ആർടിസിയിലെ പെൻഷൻകാരുടെ വിഷയങ്ങളെ സംബന്ധിച്ച് വ്യക്തമായ ഒരു തീരുമാനമെടുക്കുന്നതിന് വേണ്ടി കേരളത്തിന്റെ ആദരണീയനായ മുഖ്യമന്ത്രിയുടെ ആവശ്യപ്രകാരം നമ്മളെ സംഘടനയുടെ സംസ്ഥാന ഭാരവാഹികളെ ചർച്ചയ്ക്ക് വിളിക്കുകയുണ്ടായി. 10 പൈസ സാമ്പത്തിക ബെനിഫിറ്റ് തരാൻ കഴിയാത്ത ഒരവസ്ഥയിൽ നിന്ന് 3 ദിവസം കൊണ്ട് കെഎസ്ആർടിസിയിലെ പെൻഷൻകാരുടെ വിഷയങ്ങളെ സംബന്ധിച്ച് ഒരു തീരുമാനമെടുക്കുന്നതിന് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ അത് ശിരസാവഹിക്കേണ്ടി വന്നു മന്ത്രിക്ക്. അങ്ങനെ നമ്മളെ ചർച്ചയ്ക്ക് വിളിക്കുകയും ആ ചർച്ചയ്ക്ക് ഞങ്ങൾ പങ്കെടുക്കുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഉന്നയിച്ച വിഷയങ്ങളെ സംബന്ധിച്ച് വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി നമ്മൾ സംസാരിച്ചപ്പോൾ മുൻ കെഎസ്ആർടിസിയുടെ അതായത് ശമ്പള പരിഷ്കരണം ജീവനക്കാർക്ക് നടത്തിയപ്പോൾ അന്ന് കെഎസ്ആർടിസി പെൻഷൻകാരന് പെൻഷൻ പരിഷ്കരണം നടത്താതിരുന്നതിന്റെ കാരണം ഏതാണ്ട് 19 കോടി രൂപയിലധികം മാസം പെൻഷൻ കൊടുക്കുന്നതിന് വേണ്ടി വരുമെന്നുള്ള തെറ്റായ കണക്ക് സമർത്ഥിച്ചുകൊണ്ട് വിജു പ്രഭാകരൻ. ജില്ലാ പ്രസിഡന്റ് EB വേണുഗോപാൽ പതാക ഉയർത്തിയതോടെയാണ് സമ്മേളനത്തിന് തുടക്കം കുറിച്ചത്. സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PA മുഹമ്മദ് അഷ്റഫ് മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. ഇവിടെ പ്രസംഗത്തിൽ, സ്വാഗത പ്രസംഗത്തിൽ, ഉദ്ഘാടന പ്രസംഗത്തിലൊക്കെ നമ്മുടെ നേതാക്കൾ സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ പെൻഷൻ പരിഷ്കരണം എന്നത് അധികാരികളുടെ അജണ്ടയിൽ ഇല്ലാതിരുന്ന ഒരു വിഷയം. ശമ്പള പരിഷ്കരണം നടത്തി കരാർ ഒപ്പിട്ട് ശമ്പള പരിഷ്കരണം പ്രാബല്യത്തിലാക്കിയ ശേഷം 3 വർഷക്കാലം കഴിഞ്ഞിട്ട് പെൻഷൻ പരിഷ്കരണം എന്ന കാര്യത്തെ സംബന്ധിച്ച് സംഘടന നടത്തിയിട്ടുള്ള നിവേദനങ്ങൾ അതുപോലെയുള്ള ലൈസൻസ് പ്രവർത്തനങ്ങളൊക്കെ അസ്ഥാനത്തായ തരത്തിലേക്കുള്ള ഒരു പ്രതികരണമാണ് നമുക്ക് ലഭിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചെറുതും വലുതുമായിട്ടുള്ള സമരങ്ങൾ കഴിഞ്ഞ 3 വർഷക്കാലമായി പ്രതിമാസ പെൻഷൻ ലഭ്യതയ്ക്കടക്കം നമ്മൾ നടത്തിയ ശേഷം ക്ലസ്റ്റർ കുടുംബയോഗങ്ങൾ നടത്തി പെൻഷൻകാരുടെ ഭവനങ്ങൾ സന്ദർശിച്ചു. പൊതുജനങ്ങൾ അടക്കമുള്ളവരെ കെഎസ്ആർടിസിയിലെ പെൻഷൻ പരിഷ്കരിക്കേണ്ടതിൻ്റെ ആവശ്യകതയെ സംബന്ധിച്ച് ബോധ്യപ്പെടുത്തുന്നതിൻ്റെ ഒരു ശ്രമം നമ്മൾ നടത്തി. സംസ്ഥാന ട്രഷറർ AK ശ്രീകുമാർ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. NS മുല്ലശ്ശേരി, NV തമ്പുരാൻ, A അൻസാർ, K ശശി, AP ജയപ്രകാശ്, VP ബാലചന്ദ്രൻ ആചാരി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം.